ഹായ് എവരി വൺ, വെൽക്കം ടു ദി ഓൺലൈൻ അക്കാഡമി. നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയുടെ ഒരു ലക്ഷ്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ചില ആൾക്കാർക്കെങ്കിലും CUET PG എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്ന ചില ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അത് ക്ലിയർ ചെയ്യാമെന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എങ്ങനെ അതിന്റെ ഓരോ സ്റ്റെപ്പുകൾ എങ്ങനെയാണ്, എവിടെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്, എങ്ങനെ അതിനു വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ടാവണം, ഏത് മീഡിയം വഴിയാണ് ഇത് ചെയ്യേണ്ടത് എന്നൊരു ചെറിയൊരു ചിത്രം തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. സോ നിങ്ങൾ ഈ വീഡിയോ ഫസ്റ്റ് ടു ലാസ്റ്റ് അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഇത് ഒന്ന് കാണുക. എന്തായാലും ഞാൻ വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇന്റർനെറ്റ് കണക്ഷൻ വേണം. നമുക്കത് മൊബൈൽ ഫോണിൽ നിന്നോ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ നിന്നോ എങ്ങനെ വേണമെങ്കിലും നമുക്കത് അപ്ലൈ ചെയ്യാവുന്നതാണ്. സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇന്റർനെറ്റ് കണക്ഷൻ ആണ് നമുക്ക് ആദ്യം വേണ്ടത്. നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് നമ്മുടെ ബ്രൗസറിൽ CUET PG സൈറ്റ് കൊടുത്തിട്ടുണ്ടാവുക PGCUET.samar.ac.in എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റ് ആയിരിക്കും. സോ നിങ്ങൾ അത് സെർച്ച് ചെയ്താൽ തന്നെ, അല്ലെങ്കിൽ CUET-യുടെ CUET PG സമർത്ത് എന്ന് അടിച്ചാൽ തന്നെ ഈ ഒരു സൈറ്റ് വരും. ഈ ഒരു സൈറ്റിലോട്ടാണ് നമ്മൾ ഫസ്റ്റ് കയറേണ്ടത്. എന്നിട്ട് ഈ സൈറ്റിലോട്ട് കയറിയതിന് ശേഷം നമുക്ക് ഇങ്ങനത്തെ ഒരു ഇവിടെ കാണാൻ പറ്റും. ഹോം പേജ് ഉണ്ട്, ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഉണ്ട്, സിലബസ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസ് കോഴ്സസ് ആപ്ലിക്കേഷൻ ഗൈഡ് എന്ന് പറഞ്ഞ കുറച്ച് സാധനങ്ങളുണ്ട്. ഇതിലിപ്പോ നമുക്ക് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ. എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇൻഫർമേഷൻ ബുള്ളറ്റിൻ നമ്മൾ എന്താവണം, ഡൗൺലോഡ് ചെയ്ത് വെക്കണം. കാരണം ഇൻഫർമേഷൻ ബുള്ളറ്റിനിലാണ് നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഈ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവുക. CUET-യെ കുറിച്ചും നമ്മുടെ കോഴ്സസിനെ കുറിച്ചും യൂണിവേഴ്സിറ്റിയെ കുറിച്ചും അപ്ലിക്കേഷൻ എങ്ങനെ കൊടുക്കണം എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇൻഫർമേഷൻ ബുള്ളറ്റിനിൽ ഉണ്ട്. നിങ്ങൾക്ക് വേണ്ട എല്ലാ ക്വസ്റ്റ്യൻസും ബാക്കിയൊക്കെ കാര്യങ്ങളൊക്കെ ഇതിൽ ഉണ്ടാകും. പിന്നെ ഉള്ളത് സിലബസ് ആണ്. നമ്മുടെ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഓരോ സബ്ജക്റ്റും സ്പെസിഫൈ ആയിട്ടുള്ള സിലബസ് ഓരോന്നും കൊടുത്തിട്ടുണ്ടാവും. യൂണിവേഴ്സിറ്റീസിന്റെ ലിസ്റ്റ് ഉണ്ടാവും, കോഴ്സസിനെ കുറിച്ചിട്ടുണ്ടാകും, ആപ്ലിക്കേഷൻ ഗൈഡ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള സ്പെസിഫൈ ആയിട്ട് ഇൻഫർമേഷൻ ബുള്ളറ്റിനിൽ ഓൾറെഡി ഉള്ള പാർട്ടാണ്. അതൊന്ന് സെപ്പറേറ്റ് ആയിട്ട് ആപ്ലിക്കേഷൻ ഗൈഡ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. എന്തായാലും ഇതാണ് നമ്മുടെ സൈറ്റ്. ഈ സൈറ്റിൽ കയറിയതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് രജിസ്ട്രേഷൻ ആണ്. സോ നിങ്ങൾക്ക് ഈ ഒരു സൈറ്റ് കാണാവുന്നതാണ്. ഈ സൈറ്റിൽ ഈ ഒരു ഭാഗത്ത് രജിസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഓൾറെഡി നമ്മൾ എല്ലാ വർഷവും CUET-ക്ക് അപ്ലൈ ചെയ്യുന്ന ആളുകൾ പിന്നെ ഓരോ വർഷവും രജിസ്റ്റർ ചെയ്യേണ്ടി വരും. കാരണം ഓരോ വർഷവും CUET-ക്ക് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പോർട്ടൽ തുറക്കുകയാണ്. സോ ഈ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പിന്നെ ഫസ്റ്റ് പോലെ ഇതാ ഡൗൺലോഡ് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ വരും. അതായത് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ നമ്മൾ എന്താവുക, ഡൗൺലോഡ് ചെയ്ത് വെക്കുക. പിന്നെ ഇവിടെ പറയുന്നത് PGCUET.samar.in നമ്മൾ എന്താ വേണ്ടത്, നമ്മൾ പിന്നെ NTA-യുടെ വെബ്സൈറ്റിലാണ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. പിന്നെ അതുപോലെ ഓൺലൈൻ മോഡ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അതായത് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഇവിടെ ഇൻഫർമേഷൻ ബുള്ളറ്റിനിൽ നമുക്ക് ആദ്യം ചെയ്യാൻ ഡൗൺലോഡ് ചെയ്തതിനു ശേഷം നമുക്ക് ചെയ്യാനുള്ള 3 സ്റ്റെപ്പുകളുണ്ട്. ഒന്നാമത്തെ സ്റ്റെപ്പ് രജിസ്ട്രേഷൻ ഫോം ആണ്. നമ്മൾ പറഞ്ഞിട്ടുള്ള രജിസ്ട്രേഷൻ CUET-PG-യുടെ സൈറ്റിൽ നമ്മൾ എന്താകും, രജിസ്റ്റർ ചെയ്യും. അതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി. രജിസ്ട്രേഷൻ ഫോം നമ്മൾ എന്താവണം, ഫില്ല് ചെയ്യണം. അതിന് കൂടുതലായിട്ടൊന്നും വേണം, നമുക്ക് നമ്മുടെ ചെറിയൊരു ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്. നമ്മൾ അത് പറയും, അതിലോട്ട് കടക്കും. രണ്ടാമതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം. ആപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ കോഴ്സിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാണ്. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അടുത്ത സ്റ്റെപ്പാണ് ഫീ പേയ്മെന്റ്. ഫീ പേയ്മെന്റും ഇമ്പോർട്ടന്റ് ആണ്. ഓരോ കോഴ്സിനനുസരിച്ചുള്ള ഫീ എത്രയാണെന്ന് ഇതിൽ പറയുന്നുണ്ട്. ഇപ്പൊ ജനറൽ കാറ്റഗറിക്ക് 1200 ആണ്. 1200 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 പേപ്പർ വരെ നിങ്ങൾക്ക് 1200 എഴുതാം. ഇപ്പൊ GPP11 എഴുതേണ്ട ആളുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ വേറെ ഒരു പേപ്പർ എഴുതേണ്ട ആളുകളുണ്ടാവും. അവർക്ക് രണ്ട് പേപ്പർ എഴുതാനും 1200 കൊടുത്താൽ മതി ജനറൽ കാറ്റഗറി ഉള്ള ആളുകൾക്ക്. പിന്നെ അവർക്ക് മൂന്നാമതൊരു പേപ്പർ കൂടി എഴുതുന്നുണ്ടെങ്കിൽ ഓരോ അഡീഷണൽ പേപ്പറിനും അല്ലെങ്കിൽ 3 മുതലുള്ള ഓരോ അഡീഷണൽ പേപ്പറിനും 600 രൂപ വെച്ച് കൊടുക്കണം. OBC ആണെങ്കിൽ 1000 ആണ് കൊടുക്കേണ്ടത്. പിന്നെ അഡീഷണൽ പേപ്പറിന് 500. SC/ST ഉള്ളവർക്ക് 900, 500, അല്ലെങ്കിൽ PWD ആളുകൾക്ക് ഇവർക്ക് 800, 500 എന്ന നിരക്കിലാണ് ഫീ സ്ട്രക്ചർ കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഫീ സ്ട്രക്ചറിന്റെ ഒരു നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നിങ്ങളുടെ ഈ ഒരു നിങ്ങളുടെ കോഴ്സ് എത്രയാണ് എന്നതാണ് നിങ്ങൾ എന്താവേണ്ടത്, നോക്കേണ്ടത്. സോ അതിനുശേഷം നിങ്ങൾ എന്താവേണ്ടത്, നിങ്ങളുടെ കയ്യിലുള്ള ഓരോ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള ഓരോ പിന്നെ ഡീറ്റെയിൽസും കാര്യങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതിൽ
കൊടുത്ത കാര്യങ്ങൾ നമ്മൾ ഒന്നും കൂടി ചെക്ക് ചെയ്യാൻ വേണ്ടത് നമ്മുടെ ഇമെയിൽ ഐ ഡി കറക്റ്റ് ആണോ, അല്ലെങ്കിൽ മൊബൈൽ നമ്പർ, അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുള്ള നെയിം, കോൺടാക്ട് ഡീറ്റെയിൽസ്, കാറ്റഗറി, ജെൻഡർ, PWD സ്റ്റാറ്റസ് ആണോ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഡേറ്റ് ഓഫ് ബർത്ത്, എക്സാമിന്റെ സിറ്റീസ്, ഇതൊക്കെ കറക്റ്റ് ആണോ നമ്മൾ എന്താവണം, സെർച്ച് നമ്മൾ നോക്കണം, ചെക്ക് ചെയ്യണം. അതിനുശേഷമാണ് നമ്മൾ എന്താവേണ്ടത്, സബ്മിറ്റ് ചെയ്യേണ്ടത്. പിന്നെയാണ് നമ്മൾ എന്താവേണ്ടത്, ഫീ പേയ്മെന്റ് നടത്തേണ്ടത്. സോ ഇതാണ് ഇതിന്റെ ഒരു ഡീറ്റെയിൽ. പിന്നെ ഇവിടെ നമ്മൾ അക്കൗണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പാസ്വേഡ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. നമ്മൾ രജിസ്ട്രേഷന്റെ സമയത്ത് നമ്മൾ പാസ്വേഡ് കൊടുക്കുമ്പോൾ പാസ്വേഡിന് കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്. അതായത് 8 മുതൽ 13 വരെ ക്യാരക്ടർ വേണം, അതിൽ ഒരു അപ്പർ കേസ് വേണം, ഒരു ലോവർ കേസ് വേണം, ഒരു ന്യൂമറിക് വാല്യൂ വേണം, ഒരു സ്പെഷ്യൽ ക്യാരക്ടർ വേണം. ഇതാണ് പാസ്വേഡിന്റെ ഒരു രീതി. നമുക്ക് പാസ്വേഡ് മറന്നുപോയിട്ടുണ്ടെങ്കിൽ റീസെറ്റ് ചെയ്യാവുന്നതുമാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പ്രോസസ്സും കൂടിയാണ് പാസ്വേഡ് എങ്ങനെ റീസെറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ. സോ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. വായിക്കാൻ കൊടുക്കുക, അതായത് സൈറ്റിൽ നിങ്ങൾ കയറുമ്പോൾ തന്നെ ഈ മൊത്തം ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ ഇത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് വായിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് അപ്ലൈ ചെയ്യുന്നതിനും രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഇതൊക്കെ വായിച്ചിട്ട് ഇവിടെ എന്താവുക, ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, ഈ പറഞ്ഞിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ട് ഇത് ടിക്ക് ചെയ്യണം. അതിന് ഇവിടെ കൊടുക്കുക. രജിസ്ട്രേഷന്റെ ഇതിലോട്ട് നമ്മൾ പ്രൊസീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ രജിസ്ട്രേഷൻ വിൻഡോയിലോട്ട് കടക്കും. നമ്മുടെ ഫസ്റ്റ് രജിസ്ട്രേഷൻ ഫോം ഇതാണ്. രജിസ്ട്രേഷൻ ഫോമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താവുക, പേര്, ഇപ്പൊ ഫസ്റ്റ് ചെയ്യേണ്ടത് പേര് കൊടുക്കലാണ്. പേര് നമ്മൾ 10ാം ക്ലാസ്സിലുള്ള സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണുള്ളത് അതുപോലെ കൊടുക്കണം എന്നാണ് പറയുന്നത്. പിന്നെ അച്ഛന്റെ പേര്, അമ്മയുടെ പേര്, ഗാർഡിയൻ ആര്, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, നാഷണാലിറ്റി തുടങ്ങിയ പിന്നെ ഡീറ്റെയിൽ, ഐഡന്റിറ്റി ടൈപ്പ്, ഇപ്പൊ നമ്മൾ പാൻ കാർഡോ വോട്ടർ ഐഡിയോ പാസ്പോർട്ടോ എല്ലാം കൊടുത്തിട്ട് ഏതാന്ന് വെച്ചാൽ കൊടുത്തിട്ട് അതിന്റെ നമ്പർ കൊടുക്കുക. അതൊരു അഡ്രസ്സ് കൊടുക്കുന്നു. അഡ്രസ്സിൽ നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കുന്നു, കൺട്രി കോഡ്, സ്റ്റേറ്റ്, പിൻ കോഡ് കൊടുത്തിട്ട് ഇമെയിൽ ഐ ഡി കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഈ പറഞ്ഞ എന്താ പറയാ അഡ്രസ് ഒക്കെ കൊടുത്തതിന് ശേഷം അത് റെസിഡൻഷ്യൽ അഡ്രസ് ആണ്. പിന്നെ പെർമനന്റ് അഡ്രസ് ചോദിക്കുന്നുണ്ട്. മുകളിൽ പറഞ്ഞ അതേ അഡ്രസ്, അതായത് ഇപ്പൊ ചില ആളുകൾ പെർമനന്റ് അഡ്രസ് ഒന്നായിരിക്കും, നിന്ന് താമസിക്കുന്ന വേറെ അഡ്രസ് ആയിരിക്കും. സോ പെർമനന്റ് അഡ്രസ്സും റെസിഡൻഷ്യൽ അഡ്രസ് ഒന്നാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പൊ അതേ ഡീറ്റെയിൽസ് അവിടെ താഴെ വന്നോളും. അതിനുശേഷം അടുത്ത സ്റ്റെപ്പ് നമുക്കൊരു പാസ്വേഡ് ചൂസ് ചെയ്യലാണ്. സോ ഈ പാസ്വേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ CUET അക്കൗണ്ടിലോട്ടുള്ള പാസ്വേഡ് ആണ്. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലത്തെ ക്രൈറ്റീരിയ വെച്ചിട്ട് 8 ക്യാരക്ടേഴ്സ് ആണ് നമ്മൾ പാസ്വേഡ് സെറ്റ് ചെയ്തു. അതായത് ഈ പറഞ്ഞ 8 ക്യാരക്ടേഴ്സ് വേണം, അതിലൊരു ലോവർ കേസ്, അപ്പർ കേസ് വേണം. ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് പാസ്വേഡ് കൺഫേം ചെയ്തു. ആ പാസ്വേഡ് ഒന്ന് റീഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, പല ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നിങ്ങളുടെ ഫേവറേറ്റ് ബുക്ക് ഏതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ ഏതെങ്കിലും ഒന്ന് കൊടുത്തിട്ട് നിങ്ങൾ എന്താ അതിനൊരു ആൻസർ കൊടുക്കുക. കാരണം റീഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിന്റെ ആവശ്യമില്ല, നമുക്ക് മെയിൽ ത്രൂ റീഗെയിൻ ചെയ്യാവുന്നതാണ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ. അങ്ങനെ രജിസ്ട്രേഷൻ ഈ സ്റ്റെപ്പ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഒരു സെക്യൂരിറ്റി പിന്നെ ഒരു ക്യാപ്ച അടിച്ചിട്ട് നമ്മൾ എന്താകുന്നു, സബ്മിഷൻ കൊടുക്കുന്നു. ഇതോടുകൂടി ഈ സബ്മിഷനോട് കൂടി നമ്മൾ എന്താകും, രജിസ്ട്രേഷൻ കഴിയും. അതായത് രജിസ്ട്രേഷൻ കഴിയുന്നതിന് തൊട്ട് മുമ്പായിട്ട് റിവ്യൂ പേജ് വരും. റിവ്യൂ പേജ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഒന്നും കൂടി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി എന്താവുക, നമ്മളൊന്ന് വായിച്ചു നോക്കുക. ഇതൊക്കെ തന്നെയാണോ, കറക്റ്റ് തന്നെയല്ലേ എന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മൾ എന്താവുക, ഈ ഓക്കെ കൊടുക്കുക. അത് വായിച്ചതിന് ശേഷം നമ്മൾ അടിയിൽ ഉണ്ടാകും ഇതൊക്കെ ഒന്നും കൂടി, അതായത് നെയിം ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെ ടിക്കറ്റ് കൊടുക്കുക. ഫാദർ നെയിം, ഇമെയിൽ അഡ്രസ്, പ്രസന്റ് അഡ്രസ്, ഡേറ്റ് ഓഫ് ബർത്ത്, മദർ നെയിം, മൊബൈൽ നമ്പർ, പെർമനന്റ് അഡ്രസ്, ഇതൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ ടിക്ക് ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്, ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫാൾസ് ഇൻഫർമേഷൻ ഒന്നും അല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താ ഡിക്ലറേഷൻ കൊടുത്തിട്ട് അതും ടിക്ക് ഇടണം. കാരണം ഇങ്ങനെയും ചോദിക്കുന്നത്, ഒരു പ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ കറക്ഷൻ ചെയ്യാനുള്ള ഒരു എന്താ വരുത് അവസരം ഉണ്ടാവരുത്. ഓൾറെഡി കറക്ഷൻ വിൻഡോ നമുക്ക് ഓപ്പൺ ആകും, പക്ഷെ അതിൽ നിൽക്കേണ്ട ആവശ്യം വരരുത് എന്നുള്ള നിലക്കാണ് NTA ഇത്രയും 2-3 സ്റ്റെപ്പ് വഴി നമ്മളെ കൊണ്ട് എന്താവുന്നത്, ഇത് ചെക്ക് ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് എന്താവാം, എഡിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ എന്താവാം, സബ്മിറ്റ് ആൻഡ് സെൻഡ് OTP ടു മൊബൈൽ നമ്പർ. അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താകും, നമ്മുടെ മൊബൈൽ നമ്പറിലോട്ട്, നമ്മൾ മുകളിൽ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറിലോട്ട് എന്താകും, OTP വരും. നമ്മളിപ്പോ ഇങ്ങനെ ടിക്കറ്റ് കൊടുത്തതിന് ശേഷം നമുക്ക് OTP വരും. അങ്ങനെ OTP നമ്മൾ എന്താവുന്നു, അവിടെ അടിച്ചു കൊടുത്തിട്ട് OTP നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഈ പറഞ്ഞിട്ട് ഇപ്പോ ഇതാണ് OTP. ഇവിടെ നമ്മൾ OTP അടിക്കും, എന്നിട്ട് ക്യാപ്ച അടിക്കും, സബ്മിറ്റ് കൊടുക്കും. അല്ലെങ്കിൽ വേറെ പ്രശ്നമായിട്ട് റീസെന്റ് കൊടുക്കാം. അങ്ങനെ അവിടെ നമ്മൾ എന്താകും, നമ്മുടെ രജിസ്ട്രേഷൻ കഴിയുന്നു. രജിസ്ട്രേഷൻ കഴിയുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഉണ്ടാവുക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ഐഡിയിലോട്ടും നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ നമ്പർ വരും. ആപ്ലിക്കേഷൻ നമ്പർ വഴി നമ്മൾ ഇതിലോട്ട് ലോഗിൻ ആവും. ഈ വിൻഡോയിലോട്ട് നമ്മൾ ലോഗിൻ ആവും.
ഈ ആപ്ലിക്കേഷൻ നമ്പർ ആണ് നിങ്ങൾ ഇത് നോട്ട് ചെയ്ത് വെക്കണം. ഈ ആപ്ലിക്കേഷൻ നമ്പർ, കാരണം ഈ ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾക്ക് എന്താകും, പിന്നീടുള്ള നിങ്ങളുടെ CUT കാര്യങ്ങളൊക്കെ നിങ്ങൾ തുറന്നു നോക്കുന്നത് ഈ ആപ്ലിക്കേഷൻ നമ്പർ വെച്ചിട്ടാണ്. നിങ്ങളുടെ ഇമെയിൽ ID ഓൾറെഡി ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ടാകും. നമ്പർ ഇതാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇമെയിൽ ID മെസ്സേജ് വന്നിട്ടുണ്ടാകും. സോ എന്തായാലും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങളുടെ പാസ്വേഡ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഈ ആപ്ലിക്കേഷൻ നമ്പറിൽ നിങ്ങൾ ഓൾറെഡി ലോഗിൻ ആയിട്ട് വരും. ഇനി നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് പിന്നീട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ വെച്ചിട്ട് ലോഗിൻ ചെയ്താൽ മതി. ഫസ്റ്റ് നമ്മൾ കയറുന്ന വിൻഡോയിൽ അടുത്ത സ്റ്റെപ്പ് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യലാണ്. ആപ്ലിക്കേഷൻ ഫോമിൽ നമ്മൾ ഫസ്റ്റ് അതിന് 3 സ്റ്റെപ്പാണ്. ഒന്ന്, പേഴ്സണൽ ഡീറ്റെയിൽസ് നമ്മൾ എന്താവണം, ആഡ് ചെയ്യണം. നേരത്തെ കൊടുത്ത സംഭവങ്ങളൊക്കെ തന്നെയാണ്, പക്ഷെ പിന്നീട് ഒന്നുകൂടി നമ്മൾ എന്താവണം, ആഡ് ചെയ്യണം. നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, നാഷണാലിറ്റി, കാറ്റഗറി നമ്മൾ OBC ആണോ ജനറൽ ആണോ എന്നൊക്കെ ആഡ് ചെയ്യണം. അതിനുശേഷം PWD കാൻഡിഡേറ്റ് ആണോ എന്ന് ചോദിക്കും. അപ്പോൾ അതിനുശേഷം പിന്നെ ഫാദർ നെയിം, ഫാദർ ക്വാളിഫിക്കേഷൻ, ഈ പിന്നെ മദർ നെയിം, ക്വാളിഫിക്കേഷൻ ഒക്കെ കൊടുത്തിട്ട് പിന്നെ അതിനുശേഷം ഫാമിലിയുടെ അനുലിംഗം ടിന്നാണോ അല്ലെങ്കിൽ ഡൊമസൈൽ സ്റ്റേറ്റ്, നമ്മൾ വരുന്ന സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിക്കും. അപ്പൊ കേരളം എല്ലാവരും സെലക്ട് ചെയ്യണം. പിന്നെ ഡയബറ്റിക് ആണോ, ഈ പറഞ്ഞിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കും. പിന്നെ പ്രസന്റ് അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സും കാര്യങ്ങളൊക്കെ ചോദിക്കും. ഇതിൽ പ്രസന്റ് അഡ്രസ്സ് നമ്മൾ ഒന്നും കൂടി ടൈപ്പ് കൊടുക്കുക. പെർമനന്റ് അഡ്രസ്സ് അത് തന്നെയാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതർ കോട്ട, നമുക്ക് ഏതെങ്കിലും പിന്നെ നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള കാറ്റഗറിയിൽ വരുന്ന ആളുകളാണോ, ഇപ്പൊ BPL ആണോ, കാശ്മീരി മൈഗ്രന്റ് ആണോ, അല്ലെങ്കിൽ എക്സ് സർവീസ് മാൻ ആണോ, അല്ലെങ്കിൽ പിന്നെ ആക്സി സർവീസ്മാന്റെ മക്കളാണോ, അല്ലെങ്കിൽ NCC കോട്ടയുണ്ടോ, NCC കോട്ട നിങ്ങൾ നാഷണൽ ലെവലിലേ പറ്റുള്ളൂ. സ്പോർട്ട് കോട്ടയുണ്ട്, പിന്നെ യൂണിവേഴ്സിറ്റി മകൻ, ഇതൊക്കെ നമ്മൾ എന്താവുക ആണെങ്കിൽ ആണ് എന്ന് കൊടുക്കുക. അതിന്റെ പിന്നെ എന്താ പറയാ, ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. സോ ഡോക്യുമെന്റ് ഉള്ള ആളുകളും ഉണ്ടാക്കാൻ പറ്റുന്ന ആളുകളൊക്കെ അതിനനുസരിച്ച് കൊടുക്കുക. അതിനുശേഷം സേവ് കൊടുക്കുക. എന്നിട്ട് അതിനുശേഷം നമുക്ക് പിന്നീട് ഒന്നും കൂടി ഇതേപോലെ റിവ്യൂ പേജ് വരും. എന്നിട്ട് റിവ്യൂ പേജിൽ നമ്മളൊക്കെ ഒന്ന് എന്താവുക ചെക്ക് ചെയ്യുക, ശരിയാണോ നമ്മൾ കൊടുത്തത് ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് തന്നെയാണോ എന്ന് നമ്മൾ എന്താവുക ഒന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള അവസരം വരും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താവാം പ്രൊസീഡ് ടു നെക്സ്റ്റ് സെക്ഷൻ കൊടുക്കാം. അങ്ങനെ പ്രൊസീഡ് ടു നെക്സ്റ്റ് സെക്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടാമത് ഇപ്പൊ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് ആണ്. ഇപ്പൊ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മൂന്ന് സ്റ്റെപ്പ് ഇതുണ്ടാകും. ഒന്ന് 10ാം ക്ലാസ്സിന്റെ ആണ്, രണ്ടാമത് +2 ആണ്, പിന്നെ ഡിഗ്രി ആണ്. സോ 10ാം ക്ലാസ്സിന് കൊടുക്കുന്ന സമയത്ത് റിസൾട്ട് സ്റ്റാറ്റസ് പാസ് ആണോ ഫെയിൽ ആണോ. ഇപ്പൊ ഫെയിൽ എന്തായാലും പറ്റില്ലല്ലോ, അപ്പൊ പാസ് എന്ന് കൊടുക്കുക. പിന്നെ പാസിംഗ് ഇയർ ഏതാണ്, ക്വാളിഫൈങ് എക്സാം, അത് കേരളത്തിലാണെങ്കിൽ CBSE, അത് കേരള ബോർഡ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ CBSE ഉണ്ടാകും. പിന്നെ അല്ലെങ്കിൽ SSLC, ഇവിടെ SSLC ഓർ 10th ഓർ ഈക്വലന്റ് എക്സാം എന്നാണ് ഉണ്ടാവുക. സോ അത് കൊടുക്കുക. എന്നിട്ട് ബോർഡ് നെയിം, ബോർഡിലാണ് കേരള അല്ലെങ്കിൽ CBSE എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്കൂളിന്റെ നെയിം, സ്കൂളിന്റെ പിൻകോഡ്, അല്ലെങ്കിൽ റോൾ നമ്പർ, റിസൾട്ട് മോഡ്, അത് നിങ്ങൾ എന്താവുക പിന്നെ പെർസെന്റേജ് ആണോ ഗ്രേഡ് ആണോ എന്ന് ഇവിടെ സെലക്ട് ചെയ്യുക. പെർസെന്റേജ് ആണെങ്കിൽ അതിനനുസരിച്ച് എന്താവുക മാർക്ക് കൊടുക്കുക. ഇപ്പോ ഇതാണ് 10th പെർസെന്റേജ് എന്ന് കാണുമ്പോൾ ഇതിന് അടുത്ത രണ്ടെണ്ണം വരും, ഓപ്ഷൻ വരും. അത് അതിന്റെ മാർക്ക് പെർസെന്റേജ് ആഡ് ചെയ്യാനാണ്. സോ അത് കഴിഞ്ഞിട്ട് റിസൾട്ട് പിന്നെ 12th വരും. 12th ഇതേപോലെ ചെയ്യാം. പിന്നെ ഡിഗ്രി, അണ്ടർ ഗ്രാജുവേഷന്റെ ഇതേപോലെ വരും. അണ്ടർ ഗ്രാജുവേഷന്റെ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളിപ്പോ അപ്പിയറിംഗ് ആണെങ്കിൽ 2024 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത ഓപ്ഷൻ ചോദിക്കൂല, മാർക്ക് കാര്യങ്ങളൊന്നും ചോദിക്കൂല. അല്ലെങ്കിൽ നമ്മൾ മുമ്പേ കഴിഞ്ഞ ആളുകളാണെങ്കിൽ ഈ പറഞ്ഞ ഡീറ്റെയിൽസ് ഒക്കെ നേരത്തെ കൊടുത്ത പോലെ നമ്മൾ എന്താവേണ്ടി വരും, മുമ്പ് കൊടുക്കേണ്ടി വരും. ഇതൊക്കെ കഴിഞ്ഞിട്ട് ശരിയാണെങ്കിൽ നമ്മൾ എന്താവും, സേവ് ചെയ്യണം. അതിലും ഒരു റിവ്യൂ പേജ് വരും. നിങ്ങൾ ഇതൊക്കെ വായിച്ച് നോക്കിയിട്ട് കറക്റ്റ് തന്നെയാണോ നോക്കുക. തെറ്റുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാറ്റാനുണ്ടെങ്കിൽ അപ്ഡേഷൻ കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താവാം പ്രൊസീഡ് ടു നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞിട്ട് അടുത്ത സെക്ഷനിലോട്ട് പോവാം. അടുത്ത ഫോമിന്റെ ഇമ്പോർട്ടന്റ് പാർട്ടാണ് ആപ്ലിക്കേഷൻ ഫോമിൽ എക്സാമിനേഷൻ സെന്റർ സെലക്ഷൻ. ഇത് ഇമ്പോർട്ടന്റ് ആണ്, കാരണം നിങ്ങൾ എവിടെ പോയിട്ടാണ് പരീക്ഷ എഴുതുന്നത് എന്നുള്ളത് ഇപ്പൊ പല ആളുകൾക്കും തെറ്റാറുണ്ട്. നമ്മൾ ചോയ്സ് പ്രിഫറൻസ് 1ഉം 2ഉം അങ്ങോട്ട് 2 സിറ്റീസ് ആണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുക. അപ്പൊ നിങ്ങൾ ആദ്യം സ്റ്റേറ്റ് കേരള പിന്നെ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഈ പുറത്തുള്ള ആളുകളാണ് ഏതോ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട സിറ്റി കോഴിക്കോടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതാണോ നിങ്ങൾ വരുന്നത് അവിടുത്തെ സിറ്റി, നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള സിറ്റി, 2 സിറ്റികൾ എന്താവുക സെലക്ട് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ അതിന്റെ റിവ്യൂ പേജ് വരും. സ്റ്റേറ്റ് വരും, സിറ്റി വരും, സിറ്റിയുടെ ഒരു കോഡ് ഉണ്ടാകും. പിന്നെ അതിന്റെ പിന്നെ എന്താ പറയാ അപ്ഡേഷൻ, ഇത് ശരിയാണെങ്കിൽ നിങ്ങൾ എന്താ പ്രൊസീഡ് ടു നെക്സ്റ്റ് സെക്ഷൻ കൊടുക്കുക. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇനി അടുത്ത വേണ്ടത് യൂണിവേഴ്സിറ്റി പ്രോഗ്രാം സെലക്ഷൻ ആണ്. നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയിൽ ഏതൊക്കെ പ്രോഗ്രാം ആണ് സെലക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇതിൽ നമുക്കിപ്പോ ആദ്യത്തെ നമ്മളിപ്പോ ഓരോ യൂണിവേഴ്സിറ്റികളും
അങ്ങനെ തന്നെ സെലക്ട് ചെയ്യണം. CUTക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് CUTയുടെ ഏതൊക്കെ യൂണിവേഴ്സിറ്റി ഉണ്ട്, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ആണെങ്കിൽ, അല്ലെങ്കിൽ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ, നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ ലിസ്റ്റ് ഉണ്ടാവും. അതിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുക. അതിനുശേഷം എന്താ നിങ്ങളുടെ പ്രോഗ്രാം ഏതാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് കൊടുക്കാൻ പോകുന്ന, ഇപ്പൊ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്, അല്ലെങ്കിൽ നിങ്ങൾ ഏത് കെമിസ്ട്രി ആണെങ്കിൽ കെമിസ്ട്രി കൊടുത്തിട്ട് നിങ്ങൾ ആഡ് ചെയ്യുക. അങ്ങനെ വേണ്ട കോഴ്സുകളൊക്കെ എന്താവുക, നിങ്ങൾ ആഡ് ചെയ്ത് ഇങ്ങനെ പോവുക. അങ്ങനെ ഇപ്പൊ ഒരേ യൂണിവേഴ്സിറ്റി, ഇപ്പൊ പല യൂണിവേഴ്സിറ്റികളുടെയും ഒരേ കോഴ്സ്, ഇപ്പൊ നിങ്ങൾക്ക് ഇംഗ്ലീഷ് എല്ലാ യൂണിവേഴ്സിറ്റി കൊടുത്താലും അത് ഒറ്റ കോഴ്സായിട്ടേ പരിഗണിക്കുള്ളൂ. അത് പിന്നെ വേറെ കോഴ്സ് മാറുമ്പോഴേ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഫീസിന്റെ മാറ്റം വരുള്ളൂ. യൂണിവേഴ്സിറ്റി നമുക്ക് എത്രയും സെലക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മൾ ഓരോ യൂണിവേഴ്സിറ്റികൾ സെലക്ട് ചെയ്തു, കോഴ്സ് കോഡ് നോക്കി, പിന്നെ എലിജിബിലിറ്റി നമ്മൾ അവർ ഓരോ യൂണിവേഴ്സിറ്റിക്കും പറയുന്ന ക്രൈറ്റീരിയ വേറെ വേറെ ആയിരിക്കും. ചില യൂണിവേഴ്സിറ്റികൾക്ക് പെർസെന്റേജ് മാറ്റുണ്ടാവും, ചില യൂണിവേഴ്സിറ്റികൾക്ക് ഓരോരോ ക്രൈറ്റീരിയ മാറ്റുണ്ടാവും. സോ അതൊന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ എന്താവുക, അത് വേണ്ടാന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യുക, ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ നമ്മളിപ്പോ ആദ്യം നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുത്തു, എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് കൊടുത്തു, എക്സാമിനേഷൻ സെന്ററിന്റെ ഡീറ്റെയിൽസ് കൊടുത്തു, യൂണിവേഴ്സിറ്റി പ്രോഗ്രാം ആൻഡ് സെലക്ഷനിൽ നമ്മൾ എന്തായി, അതിലാണ് ഇപ്പൊ നമ്മളുള്ളത്. ഇത് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ, നമ്മൾ കൊടുത്തിട്ടുള്ള കോഴ്സുകളൊക്കെ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് എന്താവുക, പ്രൊസീഡ് ടു നെക്സ്റ്റ് സെഷൻ കൊടുക്കുക. അത് തന്നെ നമ്മൾ എന്താവും വീണ്ടും ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ, അതിലിപ്പോ നമ്മൾ നമ്മുടെ പേപ്പറുകൾ, അതായത് ഈ പേപ്പറിൽ ഏതൊക്കെ പേപ്പറാണ് നമ്മൾ എഴുതുന്നത്, ഇപ്പൊ നാലോളം, ഇപ്പൊ ഇവിടെ 4 പേപ്പർ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾ എത്ര പേപ്പറാണ് സെലക്ട് ചെയ്യുന്നത്, ആ പേപ്പറുകൾ എന്താവുക ഒന്നും കൂടി ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തുക. അങ്ങനെ നമ്മൾ എന്താവും യൂണിവേഴ്സിറ്റി പ്രോഗ്രാം സെലക്ഷനും കഴിഞ്ഞു. അടുത്ത ടെസ്റ്റ് പേപ്പർ ഡീറ്റെയിൽസ് നമ്മളിപ്പോ കൊടുത്തതിൽ ഇപ്പൊ നമ്മൾ എന്താവും ഈ പറഞ്ഞ സാധനങ്ങൾ ഇതൊക്കെ തന്നെയല്ലേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് റിവ്യൂ പേജ് വരും. അതുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പ്രൊസീഡ് ടു നെക്സ്റ്റ് സെഷൻ ഇവിടെ ടിക്ക് ചെയ്യണം. അത് കഴിഞ്ഞ് പ്രൊസീഡ് ടു നെക്സ്റ്റ് സെഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യലാണ്. ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി നമുക്ക് ആകെ ഇവിടെ അപ്ലോഡ് ചെയ്യാനുള്ള ഡീറ്റെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ഡീറ്റെയിലേ ഉള്ളൂ. ഒന്ന് നമുക്ക് വേണ്ടത് ഒരു ഫോട്ടോഗ്രാഫും ഒരു സിഗ്നേച്ചറും ആണ് വേണ്ടത്. അപ്പൊ അതിന് പിന്നെ അതുപോലെ പിന്നെ നമ്മൾ അതിന്റെ കൂട്ടത്തിൽ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് നമ്മൾ ഫോട്ടോഗ്രാഫിന്റെ പിന്നെ ക്രൈറ്റീരിയ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫോട്ടോ മസ്റ്റ് ബി വിത്തിൻ 10 to 20 200 KB ഉള്ളിലാവണം. അതായത് നിങ്ങളുടെ ഫോട്ടോ JPG ഫോർമാറ്റിലാവണം, അല്ലെങ്കിൽ അത് 10 മുതൽ 200 KB ഉള്ളിൽ വരണം. അപ്പം നിങ്ങളുടെ ഫോട്ടോ റീസെന്റ് ഫോട്ടോ ആയിരിക്കണം. അത് 80% നിങ്ങളുടെ ഫേസ് കാണിക്കുന്ന മാസ്ക് ഇല്ലാത്ത ഫോട്ടോയോ ആവണം. ഈ ഫോട്ടോ ഇനിയിപ്പോ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇനിയിപ്പോ റേഡിയോ സൈസ് നിങ്ങളുടെ കൂടുതലോ കുറവോ ഒക്കെ ആണെങ്കിൽ അത് സൈസിലോട്ട് ഈ പറഞ്ഞിട്ടുള്ള സൈസിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരുപാട് ടൂളുകൾ ഓൺലൈനിൽ കിട്ടും. നിങ്ങൾക്ക് ഓൺലൈൻ ഫോട്ടോ സൈസ് റെഡ്യൂസർ എന്നൊക്കെ അടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക, നിങ്ങൾ കൊടുക്കേണ്ട സൈസ് എത്രയാ അത് അവിടെ കൊടുക്കുക, ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സൈസിൽ ഫോട്ടോ കിട്ടും. സിഗ്നേച്ചർ ഇതേപോലെ തന്നെ വെള്ള പേപ്പറിൽ ഒരു സിഗ്നേച്ചർ എടുത്ത് സൈൻ ചെയ്തിട്ട് നിങ്ങൾ ഫോട്ടോ എടുത്തിട്ട് അതിന്റെ സൈസും ഇവിടെ കൊടുത്തിട്ടുണ്ട് 4 to 30 ആണ്. ആ സൈസിലാക്കിയിട്ട് നിങ്ങൾ എന്താവുക, നിങ്ങൾ അത് അപ്ലോഡ് ചെയ്യുക. പിന്നെ സർട്ടിഫിക്കറ്റ്സ് ചോദിക്കുന്നത്, ഇപ്പൊ 10th സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ടുണ്ട്, അതെന്താവുക അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾ എന്താവുക ഈ പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ എന്താ ഇവിടെ സബ്മിഷൻ കൊടുക്കുക. അതോടുകൂടി നിങ്ങളുടെ ഡീറ്റെയിൽ സബ്മിഷൻ കഴിയും. ഈ ഡീറ്റെയിൽ സബ്മിഷന് ശേഷം ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഫസ്റ്റ് മുതൽ എല്ലാ ഡീറ്റെയിൽസും ഒന്നും കൂടി വരും. ഇപ്പൊ പേഴ്സണൽ ഡീറ്റെയിൽസ് വരും, ഈ പറഞ്ഞ കാര്യം എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ്, അതിന്റെ 10ഉം +2 അതേപോലെ ഡിഗ്രി കാര്യങ്ങളൊക്കെ വരും. പിന്നെ സെന്റർ കൊടുത്തിട്ടുള്ള ശരിയാണോ, ഒരു യൂണിവേഴ്സിറ്റി പ്രോഗ്രാം ഏതൊക്കെ പ്രോഗ്രാമിനാണ് നമ്മൾ കൊടുത്തിട്ടുള്ള പേപ്പറുകൾ ഏതൊക്കെയാണ്, അതുപോലെ അഡ്രസ്സ്, അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രസന്റ് പെർമനന്റ്, പിന്നെ സ്കാൻഡ് ഫോട്ടോസ്, ഏതാ ഫോട്ടോ കൊടുത്തത് നമുക്ക് ഇവിടെ നോക്കാം. പിന്നെ 10th ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട്, അത് നമുക്ക് ഏതൊക്കെയാണ് നമ്മൾ കൊടുത്തത് ശരിയാണോ എന്ന് നോക്കാം. അതിനുശേഷം നമ്മൾ ഫീ ഡീറ്റെയിൽസ് ഇതൊക്കെ അപ്ഡേറ്റ് ചെയ്തതിനു ശേഷമാണ് നമ്മൾ എത്ര ഫീ ആണ് അടിക്കേണ്ടത് എന്ന് ഇവിടെ കൊടുക്കും. അപ്പൊ ഇവിടെ നമ്മളിപ്പോ ഓരോ 1200 ജനറൽ കാറ്റഗറി ആണെങ്കിൽ 1200 പ്ലസ് ഒരു സബ്ജക്ട് കൂടി എക്സ്ട്രാ കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ 1800 ആകും. അങ്ങനെ നല്ല ഓരോരുത്തർക്ക് അനുസരിച്ച് അവർ എത്രയാണ് സബ്ജക്റ്റുകൾ പേപ്പറുകൾ കൊടുക്കുന്നത് അതിനനുസരിച്ച് ഉണ്ടാവും അവരുടെ ഫീ ഡീറ്റെയിൽസ് ഉണ്ടാവും, എത്ര രൂപയാണെന്നുണ്ടാവും. അങ്ങനെ ടോട്ടൽ നിങ്ങൾക്ക് അടയ്ക്കേണ്ട എന്താ ഫീ എത്രയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ ഈ മൊത്തം കൊടുത്ത കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് മുതൽ ഒന്നും കൂടി ചെക്ക് ചെയ്യണം. അങ്ങനെ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നമ്മൾ ടിക്കറ്റ് ഇങ്ങനെ പോകും. അങ്ങനെ ടിക്കറ്റ് പോയിട്ട് അവസാനം നമ്മൾ എന്താകും അടിയിൽ സബ്മിഷൻ കൊടുക്കും. ഈ സബ്മിഷൻ കൊടുത്തതിന് ശേഷം ഇപ്പോ ഈ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള സബ്മിഷൻ കൊടുത്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പാണ് നമുക്ക് ഫീ പേയ്മെന്റ്. ഈ ഫീ പേയ്മെന്റ് നമുക്കറിയാം, നിങ്ങൾക്ക് UPI ID വഴിയോ അതിന്റെ അപ്പം നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് ഏത് ഇത് വഴി നിങ്ങൾക്ക് എന്താക്കാം ഫീ പേയ്മെന്റ് നടത്താവുന്നതാണ്. സോ
സോ നിങ്ങൾ ഫീ പേയ്മെന്റ് നടത്തിയതിന് ശേഷം നിങ്ങൾക്ക് എന്താകും, നിങ്ങളുടെ ഇമെയിലിലോട്ട് ഈ പറഞ്ഞ ഡീറ്റെയിൽസ് ഒക്കെ ഉള്ള ഒരു PDF വരും. ആ PDF നിങ്ങൾ എന്താവുക, ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അതിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ള സബ്മിഷൻ ലെറ്റർ ആണ്, അതിന്റെ ഫോം ആണ്. അത് നിങ്ങൾ എന്താവുക, ഇമെയിൽ ഉണ്ടാവും, അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അതോടുകൂടി നിങ്ങൾ നിങ്ങളുടെ എന്താ പറയാ CUT ആപ്ലിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ട്, പ്രോസസ്സ് കഴിഞ്ഞു. ബട്ട് ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ ഇപ്പൊ നമ്മൾ ഓൾറെഡി ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോൾ നമ്മളെ കൊണ്ട് അത് റിവ്യൂ ചെയ്യിപ്പിക്കുന്നുണ്ട്, എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ തരുന്നുണ്ട്, നമ്മളെ കൊണ്ട് 2 വട്ടം അത് റിവ്യൂ ചെയ്യിപ്പിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് അവസാനം ടോട്ടലായിട്ട് ഒന്ന് റിവ്യൂ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും വല്ല മാറ്റങ്ങളുണ്ട്, അപ്പൊ അല്ലെങ്കിൽ നമുക്ക് എന്താവണം, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പേപ്പർ മാറ്റണം എന്നുണ്ടെങ്കിലൊക്കെ അതിനുള്ള കറക്ഷൻ വിൻഡോ നമുക്ക് ഓപ്ഷൻ വരും. നിങ്ങൾ അതെന്താവുക, ആ സമയത്ത് അത് ചെയ്യാവുന്നതാണ്. സോ ഇതാണ് CUET PGയുടെ സമർത്ഥ് പോർട്ടലിൽ നമുക്ക് ആകെ ചെയ്യാനുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സാണ്. കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ ഓരോ പ്രാവശ്യം നമ്മൾ ഓരോ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോഴത്തേക്കും. എന്തായാലും നിങ്ങൾ ഇത് ശ്രദ്ധിച്ച് ചെയ്യുക. ഈ സാധനങ്ങളൊക്കെ നിങ്ങളുടെ ഇൻഫർമേഷൻ ബുള്ളറ്റിനിൽ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഗൈഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ CUETയുടെ സമർത്ഥ് പോർട്ടൽ ഡൗൺലോഡ് ആക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് എന്താവും, കാണാവുന്നതാണ്. സോ ഫസ്റ്റ് തന്നെ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. ആപ്ലിക്കേഷൻ ഗൈഡ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഡോക്യുമെന്റ് വരും. ഈ ഡോക്യുമെന്റ് നിങ്ങൾക്ക് എന്താവുക, ഒന്ന് വായിച്ചു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഓൾറെഡി എങ്ങനെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതെന്നുള്ള ഒരു ഐഡിയ കിട്ടും. പിന്നെ മറ്റുള്ള കാര്യങ്ങൾ ഇപ്പൊ CUETയുടെ നിങ്ങളുടെ സബ്ജക്റ്റും സിലബസ് യൂണിവേഴ്സിറ്റി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. സോ മറ്റ് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താവുക, നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമ്മളത് അസിസ്റ്റ് ചെയ്യാൻ ഇവിടെ എപ്പോഴും റെഡിയാണ്. സോ ബാക്കി വേറെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ വളരെ സൂക്ഷിച്ച് നിങ്ങളുടെ എല്ലാ ഡോക്യുമെന്റ്സും കരുതി ഓരോ അക്ഷരത്തെറ്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾ എന്താവുക, CUETയുടെ നിങ്ങളുടെ ഫോം ഫില്ല് ചെയ്യുക. സ്റ്റേബിൾ ആയിട്ടുള്ള ഇന്റർനെറ്റ് കണക്ഷൻ വേണം, കാരണം ഇടയ്ക്ക് വെച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത് വരെ പ്രയാസം ഉണ്ടാവില്ല, കാരണം അത് റീഗെയിൻ ചെയ്തെടുക്കാവുന്നതാണ്. ഫീ പേയ്മെന്റിന്റെ സമയത്ത് നിങ്ങൾ എന്താവും, ഒന്ന് ശ്രദ്ധിക്കുക, കാരണം അവിടെ വേറെ പ്രശ്നങ്ങളൊന്നും വരാതിരിക്കണം. സോ ഇതാണ് CUET PGയുടെ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ഒരു രീതി. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.